അവരുടെ അക്രമത്തിൽ നിന്ന്
ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാകാത്ത ഒരു വാക്യമാണ്. സത്യവിശ്വാസികളെ വിട്ട് സത്യനിഷേധികളെ കുറ്റവിഗ്രഹങ്ങളായി സ്വീകരിക്കും. മുഅ്മിനീങ്ങളെ വിട്ട് കാഫിരീങ്ങളെ കുറ്റവിഗ്രഹങ്ങളായി സ്വീകരിക്കും. ഇതാണ് പ്രസ്താവന. അപ്പൊ ഒറ്റയടിക്ക് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കാവുന്ന ഒരു വാക്യം. എന്നാൽ സാമുദായികതയുടെ അന്ധത ബാധിച്ച ആദ്യം ബാധിച്ചവരെ വലിയ സന്തോഷം നൽകുന്ന വാക്യമാണ്. ഇതാണ് ഈ വാക്യത്തിന്റെ ഇരുമുഖം. നമുക്ക് വിശ്വാസത്തിലേക്ക് പോകാം. ഇസ്ലാം ഒരു സമൂഹവും സമുദായവും രാഷ്ട്രവും ഒക്കെയാണ്, കേവലം വ്യക്തിയും കുടുംബമല്ല. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇസ്ലാമിൽ വ്യക്തിയുണ്ട്, കുടുംബമുണ്ട്. വ്യക്തികളും കുടുംബങ്ങളും സമുദായവും. അപ്പൊ ഇസ്ലാം സമുദായമാണ്, സമൂഹമാണ്, രാഷ്ട്രമാണ്. ഇതാണ് ഇസ്ലാമിന്റെ രീതി. വ്യക്തികളും കുടുംബങ്ങളും സമുദായം ഉണ്ടാകും. ആ സമുദായം തന്നെ ഒരു സമൂഹത്തിന് മുമ്പിലാണ് നിലപാട് സ്വീകരിക്കേണ്ടത്, നിലനിൽക്കേണ്ടത്. ആ സമുദായത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി ഇസ്ലാമിക വ്യവസ്ഥയിൽ രാഷ്ട്രം ഉണ്ടാകും. മദീന ആയതുപോലെ, അതിനെ കുറിച്ച് സംഭവിച്ചതുപോലെ. അപ്പൊ ഇത്രയുമാണ് ഇസ്ലാം. അപ്പൊ ഇതെല്ലാം മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു നിലപാട് ഇസ്ലാം സ്വീകരിക്കും. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നവരാണ്. നമ്മൾ നമുക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് അതിനെ പരിഗണിക്കുന്നവരും അതിന്റെ പിന്നാലെ കൊടുത്തവരാണ്. പക്ഷെ ഇസ്ലാം കേവലം ഒരു മതമല്ല, കേവലം വ്യക്തിയുടെ സ്വകാര്യതയെ, കുടുംബത്തിന്റെ ഒരു ആത്മീയതയെ മാത്രം സ്വാധീനിക്കുന്ന ഒന്നല്ല. അതിനപ്പുറത്ത് അത് ഒരു വ്യവസ്ഥയാണ്, ക്രമമാണ്, ജീവിത പദ്ധതിയാണ്, ദീനാണ്. അപ്പൊ അത്രയും വിശാലത എന്തുകൊണ്ടാണ് ആ നിലപാടുള്ളത്? ആ നിലപാടിനെ അങ്ങനെ മനസ്സിലാക്കാതെ നമ്മുടെ കുടുംബത്തിൽ നിന്നുകൊണ്ട് നാം ആ നിലപാടിനെ നമുക്ക് ഒപ്പിച്ച് വ്യാഖ്യാനിക്കരുത്. അത് ഇസ്ലാമിന് വഴിപ്പെടുന്നതാണ്. അങ്ങനെ വരുമ്പോ ഇസ്ലാമിക സമുദായത്തിന് മുമ്പിൽ 3 തരത്തിലുള്ള ആളുകളുണ്ടാകും. നമ്മുടെ ഉമ്മത്തായി ഇപ്പോഴത്തെ കാര്യം പറഞ്ഞത് മദീനയിലെ ഔദ്യോഗികമായ സംശയമൊന്നും വേണ്ട. മദീന ഇസ്ലാമിക രാഷ്ട്രമാണ്. പ്രവാചകൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിന് കീഴിൽ മുസ്ലിം സമുദായത്തിന് ഒറ്റ സംഘടനയായി അഞ്ചമാണത്തായി നിലനിൽക്കുന്ന ആ പ്രവാചകൻ തിരുനബി സമുദായത്തിന്റെ ഇമാമത്തും ആ രാഷ്ട്രത്തിന്റെ ഇമാമത്തും വഹിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ആയത്തിൽ നിൽക്കുന്ന ബോധ്യത്തോടുകൂടി വേണം വിഷയം പഠിക്കാൻ. അപ്പോ ഇസ്ലാമിക സമുദായം മദീനയിൽ നിൽക്കുമ്പോഴും എവിടെ നിൽക്കുമ്പോഴും ഇന്ത്യയിൽ നിൽക്കുമ്പോഴും ഒക്കെ ആ സമുദായത്തിൽ 3 തരക്കാരുണ്ടാവും. ഒരു കൂട്ടർ ഈ സമുദായത്തെ അനുകൂലിക്കുന്നവർ, വേറൊരു കൂട്ടർ ഈ സമുദായത്തെ എതിർക്കുന്നവർ, മൂന്നാമതൊരു കൂട്ടർ അനുകൂലിക്കൂല, എതിർക്കൂല, നിസ്സംഗഭാവത്തിലേക്കുള്ളവർ. ഇത് ശരിയാണെങ്കിൽ വളരെ ശരിയാണ്. നമ്മൾ പഠിക്കുന്ന വിഷയമാണ്. എക്കാലത്തും ഇസ്ലാമിനെ അനുഭവിച്ചിട്ടുണ്ട്. മക്കയിൽ ഇസ്ലാമിന് വ്യവസ്ഥയും കാണുന്നില്ല. ദുർബലരായി അടികൊണ്ടും ഒറ്റപ്പെട്ടും ചിലപ്പോൾ കൂട്ടാനും ആക്രമിക്കപ്പെട്ട് ജീവിച്ച കാലം. അന്നും ഈ അവസ്ഥ. തിരുനബിയെ അനുകൂലിക്കുന്നവർ, സ്വല്ലല്ലാഹു സഹാബയെ കിറാം, അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ നിന്ന് സഹായം കിട്ടാതെ തിരിച്ചു ഓടി വന്നപ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ച്, അവരുടെ സിവിൽ നിയമം അനുസരിച്ച് പിന്നെ മക്കയിൽ കയറണമെങ്കിൽ ഒരു പ്രായപ്പെട്ട വ്യക്തി അഭയം പ്രഖ്യാപിക്കണം. അവിടുത്തെ എൻഒസി പാസ്പോർട്ട് അങ്ങനെയാണ്. അപ്പോഴാണ് മുസ്ലിം അതിയെന്ന് പറയുന്ന ഒരു അമുസ്ലിം സുഹൃത്ത് റസൂലുള്ളാഹിക്ക് അഭയം കൊടുക്കുന്നത്. അപ്പൊ അയാൾ മുസ്ലിം അല്ല, പക്ഷേ ഇസ്ലാമിനെ അനുകൂലിക്കുന്ന ആളാണ്. ഇസ്ലാം സ്വീകരിച്ചില്ല, ഇസ്ലാമിന്റെ ആളുകളെ സ്നേഹിക്കുന്ന ആളാണ്. ഇബ്നു തുബൈന എന്ന് പറയുന്ന നോൺ മുസ്ലിം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞിട്ട് അഭയം കൊടുത്ത കാര്യങ്ങളുമായി ഇതേ പ്രവാചകത്തിന് വേണ്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വഴികാട്ടിയായി പോയത് അബ്ദുല്ലാഹി ഖുറൈശി എന്നത് നോൺ മുസ്ലിമാണ്. അപ്പൊ ഇങ്ങനെ വലിയ വലിയ സഹായികളുണ്ട്. ആ മുസ്ലിങ്ങൾക്ക് തന്നെ മദീനയിലെത്തണം. അവിടെ ഒരുപാട് പേർ ഇസ്ലാമിന്റെ സഹായികളാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാൻ സാധിച്ചത്. അപ്പൊ ഇസ്ലാം ഏതവസ്ഥയിലും അതിന്റെ ആ സമുദായത്തിന് അപ്പുറത്തുള്ളവരിൽ ഒരു വിഭാഗം ഇസ്ലാമിന്റെ അനുകൂലികളായിരുന്നു, അവർ മുസ്ലിങ്ങളായിരുന്നതിന്. രണ്ടാമത്തെ ഒരു കൂട്ടം ശക്തരായ എതിരാളികളായിരുന്നു. അവർ ഇസ്ലാമിനോടും ഇസ്ലാമിക സമുദായത്തോടും അന്ധമായ വിരോധവും വിദ്വേഷമൊക്കെ കാണിക്കും. എന്നും അതും ഈ മക്കയിൽ തന്നെ ഉത്ബ, ശൈബത്ത്, അബൂ സുഫിയാൻ, അബൂ ലഹബ്, ഉമയ്യ ഇബ്നു ഖലഫ്, ഉബയ്യ ഇബ്നു ഖലഫ്, അവരൊക്കെ ആരായിരുന്നു? പഴയ കാലത്ത് ഉമർ ഉൾപ്പെടെ ഇസ്ലാമിന്റെ ബദ്ധവൈദികൾ തകർക്കും, തട്ടും, കൊല്ലും, പെട്ടും കുത്തുന്നല്ലേ പറഞ്ഞില്ല. വിടൂല. അവിടെ അതുണ്ട്. ശക്തരായ
മദീനയിൽ പ്രവാചകൻ അവിടെ ഇസ്ലാമിക രാജ്യമാകുന്ന മദീനയ്ക്ക് പുറത്ത് മക്കക്കാർ ഒന്നടങ്കം ആളുകളെ സംഘടിപ്പിച്ച സഖ്യസേന ഉണ്ടായി. അപ്പൊ അതും ചെല്ലുന്നു. ഇന്ത്യൻ അവസ്ഥയിലും അങ്ങനെ നമ്മൾ അനുകൂലിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് ഇടപെടുന്നവർ. പക്ഷേ പല വിഷയങ്ങളിലും ഇന്ത്യയിൽ മുസ്ലിം സമുദായം അനുഭവിച്ച വലിയ വലിയ വർഗീയ ലഹളകളെ നിയമത്തിന്റെ വഴിയിലൂടെ ക്ഷീണം അനവധം പോരാടി അനുകൂലമായി നേരിട്ടുള്ള മുസ്ലിങ്ങളല്ലോ, നോൺ മുസ്ലിംസാണ്. ഇന്ത്യയിലെ അവസ്ഥ പഠിച്ചത് അനുകൂലികളായ എതിരാളികളുണ്ട്. അതാണല്ലോ ഇങ്ങനെ ഒന്നിനുപരമായി ഒരുപാട് പിടിക്കപ്പെട്ടപ്പോൾ ആരാച്ചിട്ടും ബോധ്യായിരുന്നു. മക്കാസിലൂടെ സംയോജനം പത്രം വായിക്കുന്നതാണല്ലോ, എന്റെ സമയത്ത് കളയേണ്ടതില്ലല്ലോ. ശക്തരായ എതിരാളികളുണ്ട്. മൂന്നാമതൊരു കൂട്ടരുണ്ടാവും. അതായത് അത് നിസ്സംഗഭാവം സ്വീകരിച്ചു. അവർ അനുകൂലികളല്ല, എതിരാളികളല്ല. അവർ അവരുടെ കാര്യമായാണ്. ഇതുകൊണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് അവരെല്ലാം നിസ്സംഗഭാവം സ്വീകരിക്കുന്നത്. എന്താണ് കുഴപ്പമില്ല. ഇവിടെ തന്നെ അറിയാം, ചരിത്രം സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്നവർക്കൊക്കെ അറിയാം. മക്കയിൽ ഒരുപാട് പേരായിരുന്നു. അതൊന്നും വലിയ വിഷയമാക്കാതെ അടി കൊണ്ടൊക്കെ അടിച്ചൊക്കെ അടിച്ചിലേക്ക് അടിച്ചില്ല. അതൊന്നും വിഷയമല്ല. അവരവരുടെ കാര്യമായിട്ട് നടക്കും. ഇത് എക്കാലത്തും ഈ വിഭാഗങ്ങളോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, അതാണ് ഈ വിഷയം. അപ്പോ അനുകൂലികളായ ആളുകളെ കൂടുതൽ നമ്മുടെ സഹകാരികളും സഹായികളുമാക്കി മാറ്റണം. അതാണ് ബുദ്ധിപരമായ എതിരാളികളായ ആളുകളെ പരമാവധി നമ്മളുമായി അടുപ്പിക്കാൻ അവിടെ എതിർപ്പിന്റെ മുഖങ്ങൾ അറിഞ്ഞുകൊണ്ട് നാം തിരുത്താൻ അവരെ മുകളിൽ. എന്നാലും ഒരു എതിർപ്പ് അതുപോലെ കാര്യം. പക്ഷെ നമ്മുടെ ശ്രമങ്ങൾ ഉണ്ടാവും. നിസ്സംഗഭാവം പുലർത്തുന്ന ആളുകളെ അവർ നമ്മളെ അനുകൂലികളാണെങ്കിൽ പോലും നമ്മുടെ എതിരാളികളാകാതെ ശ്രദ്ധിക്കണം. ഈ മൂന്ന് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. അനുകൂലികളെ കൂടുതൽ നമ്മുടെ സഹായികളും സഹകാരികളുമാക്കി മാറ്റണം. എതിരാളികളുടെ എതിർപ്പിന്റെ വശം എന്താണെന്ന് പഠിക്കണം, വിശകലനം ചെയ്യണം. നമ്മിൽ അങ്ങനെ പ്രശ്നമുണ്ടോ എന്നൊക്കെ പഠിക്കണം. അവരുടെ എതിർപ്പിന്റെ വശങ്ങൾ പഠിക്കണം. പരമാവധി തിരുത്തണം നമ്മളുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ അവരെ ബോധവൽക്കരിക്കാൻ പരമാവധി ശ്രമിക്കണം. എന്നാലും ചിലപ്പോൾ എതിർത്തേക്കാം, ആവട്ടെ. പക്ഷെ നമ്മുടെ ശ്രമം അവിടെ ഉണ്ടാവണം. നമ്മൾ നിസ്സഹായിക്കാൻ പാടില്ല. ഇനി നിസ്സംഗഭാവപ്പെടുന്നവരോ അവർ നമ്മുടെ എതിരാളികളാകാൻ നോക്കണം. അവരും എതിരാളികളായ ഈ നമ്മുടെ മുമ്പിലുള്ള മൂന്നിലൊന്ന് അനുകൂലികൾ, മൂന്നിലൊന്ന് എതിരാളികൾ, മൂന്ന് നിസ്സംഗ കുട്ടികൾ. ഈ നിസ്സംഗഭാവപ്പെടുന്നവരോട് എതിരാളികളെ കൂടെ മൂന്നിൽ തന്നെ എതിർപ്പാകപ്പെടുന്നു. ഈ അനുകൂലികൾക്ക് പോലും രംഗത്ത് വരാൻ പറ്റാതാവും. ഫലത്തിൽ നമ്മൾ തികച്ചും പറ്റും. അപ്പൊ നിലപാട് വേണം. അതാണ് വിഷയം. ഒരു സമുദായത്തിന് നിലപാട് വേണം. ആ നിലപാടിനാണ് പലപ്പോഴും ഈ സമുദായം പരാജയപ്പെടുന്ന അന്തക്കേട് ചെയ്യാൻ കാരണം. നമ്മുടെ ശ്രമങ്ങൾ എതിരാളികളുടെ എതിർപ്പിന്റെ മുന്നിൽ